മാതൃഭൂമി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. ശബരിമലയിലെ വാജിവാഹനം കൈമാറുന്ന തീരുമാനം താൻ പങ്കെടുത്ത ബോർഡ് യോഗങ്ങളിൽ വന്നിട്ടില്ല എന്നായിരുന്നു കെ രാഘവൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയത് മുന്നംഗം കെ രാഘവന്റെ കൺമുന്നിൽ വെച്ചാണ്. ഇതിന് തെളിവായി പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടിരുന്നു. ആരോപണങ്ങളിൽ ശ്രദ്ധ തിരിക്കാനാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു വിമർശനം. അങ്ങനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. VSSCയിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതി SITക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരം കൂടിയുണ്ട്. കേസിൽ അറസ്റ്റിലായ ശങ്കരദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഞാൻ ദേവസ്വം ബോർഡിൽ വരുന്നതിന് മുമ്പാണ് പഴയ കൊടിമരം മാറ്റുന്നതും പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ആ യോഗങ്ങളിലൊന്നും അതുകൊണ്ട് തന്നെ ഞാനില്ലായിരുന്നു. വാജിവാഹനം കൈമാറുന്നതുമായി ബന്ധപ്പെട്ടോ കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ യാതൊരു കാര്യങ്ങളും ദേവസ്വം ബോർഡിന്റെ മീറ്റിങ്ങുകളിൽ വന്നിട്ടില്ല. എനിക്കതിനെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതുമാണ്. അന്ന് ഇടത് പ്രതിനിധിയായി ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കെ രാഘവന്റെ വാദം ഇതാണ്. പഴയ കൊടിമരത്തിൽ നിന്ന് തിരിച്ചെടുത്ത വാജിവാഹനം തന്ത്രിക്ക് കൈമാറിയതിൽ ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് രാഘവൻ. ഇനി ഈ കാണാൻ പോകുന്ന ദൃശ്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. അതിൽ രാഘവനെ കാണാം. ഒന്നും അറിഞ്ഞില്ലെന്ന ആ വാദം പൊളിയുകയാണ്. ഇത് ശബരിമല സന്നിധാനത്ത് പഴയ കൊടിമരം പൊളിച്ചപ്പോൾ ഇളക്കിയെടുത്ത വാജിവാഹനം തന്ത്രിക്ക് കൈമാറുന്ന ചടങ്ങാണ്. കൈമാറുന്നത് ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ. എല്ലാത്തിനും സാക്ഷിയായി ബോർഡ് അംഗം കെ രാഘവൻ തൊട്ടുമുന്നിൽ തന്നെയുണ്ട്. വാജി തന്ത്രിക്ക് കൈമാറുന്നത് അന്ന് കണ്ടിട്ടും പിന്നീട് ഇത് എവിടെയെന്ന് ബോർഡ് അംഗം അന്വേഷിക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം ബാക്കിയാണ്. അങ്ങനെ ചട്ടവിരുദ്ധമായി തന്ത്രിക്ക് വാജി കൈമാറുന്നതിന് ദൃക്സാക്ഷിയായ രാഘവൻ ഇക്കാര്യം ഒരു സാഹചര്യത്തിലും ചോദ്യം ചെയ്തതിനും തെളിവില്ല. ഏതായാലും വാജിവാഹന വിവാദം ശ്രദ്ധ തിരിക്കാനെന്നാണ് VD സതീശന്റെ വാദം. ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ളയെ കുറിച്ചാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ആ അന്വേഷണത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് വേറെ പലതും പറയുകയാണ്. ഞങ്ങൾക്ക് ഏത് കാലത്ത് എപ്പോൾ നടന്നതിനെ കുറിച്ച് അന്വേഷിച്ച് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ KP ശങ്കരദാസിനെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ജയിൽ വകുപ്പിന്റെ ആരോഗ്യ വിഭാഗം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആശുപത്രി മാറ്റം. ജയിലധികൃതരുടെ മേൽനോട്ടത്തിലാകും ശങ്കരദാസിന്റെ ചികിത്സ. ശബരിമല സന്നിധാനത്തെ പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൊല്ലം വിജിലൻസ് കോടതി SITക്ക് കൈമാറി. VSCയിൽ നടത്തിയ പരിശോധനയുടെ ഫലം ഇന്നലെയാണ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമാണ് VSCയിൽ നടത്തിയ പരിശോധന. ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ സ്വർണ്ണപ്പാളികളിലെ സ്വർണം ഉരുക്കി മാറ്റിയോ അതോ പാളി അപ്പാടെ മാറ്റിയോ എന്നറിയാനായിരുന്നു പരിശോധന. ഈ പരിശോധനാ ഫലം സഹിതം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തിങ്കളാഴ്ച SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഏതായാലും VSC നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് എന്തെന്നറിയാനാണ് ആകാംക്ഷ. R അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.